അപ്പോൾ നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സുഖം. അപ്പോൾ നമ്മൾ ഇന്ന് ആക്ച്വലി പറയാനായിട്ട് പോകുന്നത് ഗൂഗിൾ ക്ലൗഡ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഗൂഗിളിൻ്റെ ഭാഗത്ത് നിന്ന് ആക്ച്വലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഗൂഗിളിൻ്റെ സർട്ടിഫിക്കേഷൻ എടുക്കാം. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഗൂഗിൾ ഏകദേശം ഒരു 9 ഹവറിൻ്റെ ഒരു ക്ലാസ് ആയിരിക്കും എടുക്കുന്നത്. ഏകദേശം 10 വീക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ക്ലാസ് ആയിരിക്കും. നിങ്ങളൊരു പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ 10 വീക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ കിട്ടുകയാണെങ്കിലോ നിങ്ങളുടെ കരിയറിൽ തന്നെ നല്ലൊരു മാറ്റം കൊണ്ട് സാധിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലും അതുപോലെ നിങ്ങളുടെ റെസ്യൂമ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന പ്രോഗ്രാം നമുക്ക് എങ്ങനെ ജോയിൻ ചെയ്ത് നമുക്ക് എങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കയറി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും പിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കയറി കഴിയുമ്പോൾ മനസ്സിലാവും ജോയിൻ ഗൂഗിൾ ക്ലൗഡ് ഇന്നോവേറ്റേഴ്സ് ഗെറ്റ് സർട്ടിഫൈഡ് പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് 9 hour ഓഫ് ലേണിംഗ് ഒക്കെയാണ് പെർ വീക്കിൽ ഉണ്ടാകുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആൻഡ് രജിസ്ട്രേഷൻ ഫോർ ദി എഡിഷൻ 4. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും, ഇവിടെ ഗ്രീൻ കളർ കാണിച്ചിരിക്കുകയാണ് കറൻ്റ്ലി ഓപ്പൺ ആയിരിക്കുന്ന പോർട്ടൽ. ഇവിടെ അസോസിയേറ്റ് ക്ലൗഡ് എഞ്ചിനീയർ, അതുപോലെ തന്നെ പ്രൊഫഷണൽ ക്ലൗഡ് ആർക്കിടെക്ട് ആൻഡ് ക്ലൗഡ് ഡിജിറ്റൽ ലീഡർ എന്ന് പറയുന്ന 3 ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ആ ഒരു 3 കാര്യത്തിൽ നമുക്ക് സർട്ടിഫിക്കേഷൻ കറൻ്റ്ലി എടുക്കാൻ പറ്റുന്നത് ഫ്രീ ആയിട്ട്. അപ്പോൾ അസോസിയേറ്റ് ക്ലൗഡ് എഞ്ചിനീയർ അതുപോലെ പ്രൊഫഷണൽ ക്ലൗഡ് ആർക്കിടെക്റ്റ് പോലുള്ളതൊക്കെ നമുക്കൊരു പ്രോഗ്രാമിംഗ് സൈഡിൽ നിൽക്കുന്നവർക്ക് അതിലേക്ക് പോകാം. അതുപോലെ തന്നെ ക്ലൗഡ് ഡിജിറ്റൽ ലീഡർ എന്ന് പറയുമ്പോൾ ഇനി അഥവാ നോൺ കോഡിംഗ് ലെവലിലുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നതെങ്കിൽ ആ ഒരു സർട്ടിഫിക്കേഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, നിങ്ങളൊരു പ്രൊഫഷൻ ആയിക്കോട്ടെ, നിങ്ങളൊരു ഡെവലപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എടുക്കാൻ പറ്റുന്നൊരു സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമാണിത്. അതുപോലെ തന്നെ ഇത് നമ്മൾ കംപ്ലീറ്റ് കഴിയുവാണെങ്കിൽ നമുക്കൊരു സ്കിൽ ബാഡ്ജസ് അതുപോലെ സർട്ടിഫിക്കേഷൻ കാര്യങ്ങൾ കിട്ടും. നമുക്കത് എന്തായാലും പബ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടൈം ലൈൻ കാര്യങ്ങളിലൂടെ പറയുന്നുണ്ട്. നമ്മൾ വൺസ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി ഒരു വെയിറ്റ് ലിസ്റ്റിലോട്ട് മാറും. എന്നിട്ട് ഈ ഒരു വെയിറ്റ് ലിസ്റ്റിൽ നിന്ന് നമ്മൾ അക്സെപ്റ്റൻസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം 7 ദിവസത്തേക്ക് നമുക്കൊരു ട്രെയിനിങ് ഉണ്ടായിരിക്കും. അതിന് ശേഷമായിരിക്കും ഒരു 10 വീക്ക് നീണ്ടു നിൽക്കുന്ന നമുക്ക് ആക്ച്വൽ ട്രെയിനിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു എക്സാമും റിവ്യൂവും കഴിഞ്ഞിട്ട് നമുക്ക് സർട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു പറയുന്ന ഇന്നോവേറ്റർ പ്രോഗ്രാം ആക്ച്വലി മൂവ് ഓൺ ചെയ്യുന്നത്. നിങ്ങൾ ഡെവലപ്പേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ഡെവലപ്പേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ കൂടി നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ചെയ്യുക. കാര്യം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും അതുപോലെ ഇതേപോലുള്ള സർട്ടിഫിക്കേഷൻ കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കരിയറിൽ നല്ലൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുപോലെ നിങ്ങളുടെ റെസ്യൂമെ കുറച്ചും കൂടി റിച്ച് ലെവലിലേക്ക് മാറ്റാൻ നിങ്ങൾക്ക് സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഞാൻ ആക്ച്വലി അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്ന തീയതികളൊക്കെ നിങ്ങൾ നോക്കണം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെയും കൂടിയിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അതിന് നമ്മുടെ വീഡിയോസൊക്കെ ഉപകാരപ്പെടുന്നതാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ അപ്ലൈ ഹിയർ കൊടുക്കുക. അപ്പോൾ അപ്ലൈ ഹിയർ കൊടുക്കും നമ്മൾ ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഞാനിവിടെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. KA ഡെവലപ്പർ കൊടുത്തു. അപ്ഡേറ്റ് മൈ പ്രൊഫൈൽ. ഓക്കെ, അപ്പം ഞാനിപ്പോൾ കറൻ്റ്ലി ട്രെയിനിങ് നമ്മുടെ കോളേജിൽ നിന്ന് തന്നെ നമുക്ക് ആക്ച്വലി ഒരു ട്രെയിനിങ് സെൻറ്ററിലോട്ട് പ്ലേസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. ഇൻക്യുബേഷൻ പ്രോഗ്രാമാണ്. അപ്പം ഞാൻ ആ ഒരു ഡീറ്റെയിൽ കൊടുക്കുവാണ്. അത് ഓപ്ഷണലാണ്. ഓക്കെ, അസോസിയേറ്റ്. അപ്പോൾ ഞാനിവിടെ ആക്ച്വലി ഒരു പ്രൊഫഷണൽ ക്ലൗഡ് ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ അസോസിയേറ്റ് ക്ലൗഡ് എഞ്ചിനീയർ ആയിട്ടാണ് ഇത് ഏതെങ്കിലും കൊടുക്കുന്നത്. ഇത് കൊടുക്കുവാണ്. ലാംഗ്വേജ് പ്രിഫറൻസ് ഇംഗ്ലീഷ്. ഓക്കെ, ഐ അഗ്രി. ജോയിൻ വിഷ് ലിസ്റ്റ്. കോർപ്പറേറ്റ് ഇമെയിൽ. ഓക്കെ, യു വേണ്ടത് ഗൂഗിൾ ക്ലൗഡ് ഇന്നോവേറ്റേഴ്സ് ഗെറ്റ് സർട്ടിഫൈഡ് ബാഡ്ജ്. എനിക്കിപ്പോൾ തന്നെ ഒരു ബാഡ്ജ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആണെങ്കിൽ വ്യൂ പ്രൊഫൈൽ കൊടുത്താൽ മതി.
അപ്പോൾ നിങ്ങൾക്കൂടെ വരുവാണെങ്കിൽ ഇത് ആക്ച്വലി നമുക്ക് ഗൂഗിൾ ഡെവലപ്പേഴ്സിൽ ഒരു അക്കൗണ്ട് എടുക്കണം, അതിനുശേഷം ഇതൊക്കെ ചെയ്യേണ്ടത്. ഓക്കെ, ഇതാ ഇവിടെ വന്നിരിക്കുന്നത് കണ്ടോ, ഇന്നോവേറ്റീവ്സ് ഗേറ്റ് സർട്ടിഫൈഡ്. അപ്പോൾ ഇത് ഞാൻ ഇതിന് മുന്നേ എടുത്തിട്ടുള്ള കുറേ അധികം ബാഡ്ജസ് ആണ്. അപ്പോൾ ഇങ്ങനെ കുറേ അധികം ബാഡ്ജസ് ഞാൻ മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇങ്ങനെയാണ് ആക്ച്വലി ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് താഴെ നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോർ ദി പ്രോഗ്രാമേഴ്സ് ചെയ്യും, അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നിങ്ങൾക്ക് വെയിറ്റ് ലിസ്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ, ഇതിൻ്റെ അപ്ഡേറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മെയിലിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഉറപ്പായിട്ടൊരു ഡെവലപ്പേഴ്സാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യുക, റൈറ്റ്? ഇപ്പോൾ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, നിങ്ങൾ ഉറപ്പായിട്ട് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കുറേ അധികം കാര്യങ്ങളാണ്. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ വരുവാണെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്നെ പിങ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഇതുപോലുള്ള ഇൻറ്റേൺഷിപ്പ്, ഇതുപോലുള്ള ഇന്നോവേറ്റീവ്സ് പ്രോഗ്രാമിൻ്റെ വീഡിയോകളായിട്ട് നമുക്ക് ഇനിയും കാണാം. ഓക്കെ, ബൈ.